അപ്പം ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് രസമുള്ള കഥാപാത്രങ്ങളും സിനിമകളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്. ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഷാഫി സാറിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം. ബെന്നി ചേട്ടാ നമസ്കാരം. ഇപ്പം ഉദയേട്ടനോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു സിനിമയിലെ ഈ എഴുത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷാഫി സാറിനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ രണ്ടുപേര് തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നർമ്മം വേണം എന്നുള്ളതുപോലെ നർമ്മങ്ങൾ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പം ചട്ടമ്പി നാട് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്താൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര്, അത് സൈക്കിളിൽ ബലൂൺ കെട്ടിവെച്ചേക്കുന്ന സലീമേട്ടനാണേലും സുരാജേട്ടനാണേലും ചായക്കടയിലിരിക്കുന്ന താടി വലിച്ചിരിക്കുന്ന പറയുന്ന ആളാണെങ്കിലും ഉൾപ്പെടെ എല്ലാവരും ജനാർദ്ദൻ ചേട്ടനും മമ്മൂക്കയും ഒക്കെ പല തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളെയാണ് പോർട്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഇരിപ്പിൽ ഷാഫി സാറിന്റെ ഇരിപ്പും കോൺട്രിബ്യൂഷനും ഉണ്ടോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ? ചട്ടമ്പിനാട് ആലോചിക്കാനിരിക്കുന്നതന്നെ ശൂന്യമായ മനസ്സോടെ, ഒന്നുമില്ലാതെയാണ്, കഥ ഒന്നുമില്ലാതെ അടുത്ത മമ്മൂക്ക പ്രോജക്റ്റ് ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞായിരിക്കുന്നത്. അത് എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ തൊട്ട് തന്നെ ഇങ്ങനെ ആദ്യത്തെ 3-4 ദിവസം കഥ തന്നെ സംസാരിക്കാറില്ല. ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ കന്നഡയും മലയാളവും കലർന്ന ഒരു സ്റ്റൈലിലുള്ളൊരു ക്യാരക്ടർ പിടിക്കാം എന്ന് മാത്രമാണ് ആകെയുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനത്തെ ഒരു അപ്പം വിധേയ എന്ന് പറഞ്ഞൊരു പടത്തിൽ മമ്മൂക്ക ആ ഒരു സ്ലാങ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വിധേയനിലെ ക്യാരക്ടർ പോലെ അങ്ങനെ ആ സ്ലാങ് പിടിക്കാമെന്ന് മാത്രമുള്ള കഥ അതുമേന്ന് ആരംഭിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. ഇടയ്ക്ക് 3 ദിവസമായി കഥയിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കഥയുടെ ഒരു ബേസിലേക്ക് വന്നു. പിന്നെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനൊരു ക്യാരക്ടറാകുന്നു. അതിൽ ഷാഫിയും ഒരുപാട് ഔട്ട്പുട്ട് തരും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക, അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ കഥയുടെ കാര്യങ്ങൾ വിട്ടിട്ട് പിന്നെ നാട്ടുവർത്താനത്തിലേക്ക് പോകും. നാട്ടുവർത്താനത്തിൽ പഴയ കാര്യങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന പഴയ കാര്യങ്ങളും നാട്ടിൽ നടന്ന ചില സംഭവങ്ങളും ഷാഫിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സാധനം അത് കൊള്ളാലോ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോൾഡ് ചെയ്ത് ഒരു ഷാഫിയുടെ മുന്നിലിരുന്ന് തന്നെ ഷാഫിയും ഞാനുമായിട്ട് തന്നെ പറഞ്ഞത് തന്നെ പലതും ഉണ്ടാവും. അങ്ങനെ ഒരു A to Z സംവിധായകൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഷാഫിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ്. അത് നല്ല എനിക്ക് ഏറ്റവും സിംഗിൾ ഡയറക്ടറാണ് ഷാഫി. നിങ്ങൾ ഒന്നിച്ച് ഷാഫി സാറിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരൻ? ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഞാൻ 5 ചിത്രങ്ങൾ, 5 സിനിമകൾ കൂടുതൽ ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പോൾ ഷാഫി എന്നെ പറയും എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും. തുടങ്ങിയത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റായിരുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനം ചെയ്തത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നതും അതും സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ തുടക്കവും അവസാനവും 2 ഹിറ്റുകളിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര.